ഇവിടെ എൽ ഡി എഫ് ഭരണം നിലനിർത്തുന്നോ യു ഡി എഫ് തിരിച്ചു പിടിക്കുമോ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ 14 ജില്ലകളിൽ ഓരോ ജില്ലകളിലും ഓരോ പാർട്ടിക്കുള്ള വോട്ടുകൾ, പിന്നെ ഓരോ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ. കാരണം എൽ ഡി എഫിന് പഞ്ചായത്ത് ഇലക്ഷനിൽ, ലോക്സഭ ഇലക്ഷനിൽ, നിയമസഭ ഇലക്ഷനിൽ, കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ, അപ്പോൾ ഈ വോട്ടിൻ്റെയൊക്കെ ഗണം അടിസ്ഥാന വോട്ടിൻ്റെ ബേസ് വെച്ചിട്ട് യു ഡി എഫിന് ഏതൊക്കെ മണ്ഡലങ്ങൾ സാധ്യത, എൽ ഡി എഫിന് ഏതൊക്കെ മണ്ഡലങ്ങൾ സാധ്യത എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഇന്ന പാർട്ടി ജയിക്കുമെന്നല്ല, നമ്മളിതിൻ്റെ ബേസ് വോട്ട് വെച്ച് പറയുകയാണെന്ന്. കാരണം പിന്നെ സ്ഥാനാർത്ഥികൾ വരുന്നു, ആ സമയങ്ങളുടെ ഒരു 1.5 വർഷം ഉണ്ടല്ലോ സമയം. അപ്പോൾ ഇപ്പം നമ്മളെ ബേസ് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് സ്ഥാനാർത്ഥിയുടെ മികവും ഇത്തരം വിഷയങ്ങളും ഒരു 5000 വോട്ടോ ഒരു 6000 വോട്ടൊക്കെ നമ്മൾ കയറ്റി കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും ചെയ്യും ആര് ജയിക്കുന്നുള്ളത്. ഇപ്പം നമ്മളത് പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞ യു ഡി എഫ് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളും അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എൽ ഡി എഫ് ഉറപ്പായിട്ട് ജയിക്കുന്ന മണ്ഡലങ്ങളും എൽ ഡി എഫിന് നിലനിർത്താൻ പറ്റുന്ന മണ്ഡലങ്ങളും, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, അവർക്ക് ഉറപ്പായിട്ട് ജയിക്കുന്ന മണ്ഡലങ്ങളും അവർക്ക് വീണ്ടും നിലനിർത്താൻ പറ്റുന്ന മണ്ഡലങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്രാവശ്യം ഉറപ്പായിട്ട് ജയിക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിന് 40 മണ്ഡലങ്ങൾ എന്ത് തന്നെയാലും എൽ ഡി എഫ് ജയിക്കുന്ന മണ്ഡലം ഉണ്ടെന്ന്. ആ മണ്ഡലം നമ്മൾ പറയാം, എല്ലാവർക്കും അറിയാവുന്ന മണ്ഡലങ്ങളാണെങ്കിൽ ഞാനൊന്ന് പറയാം. എൻ്റെ റീഡിങ്ങിലുള്ളത് കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂര്, പയ്യന്നൂര്, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, ഏലത്തൂര്, ഷൊർണൂര്, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ, തരൂര്, ചിറ്റൂര്, ആലത്തൂര്, ചേലക്കര, കുന്നംകുളം, മണലൂര്, ഒല്ലൂര്, നാട്ടിക, കയ്പമംഗലം, കൊടുങ്ങല്ലൂര്, പുതുക്കാട്, ഉടുമ്പൻചോല, വൈക്കം, ചേർത്തല, കുട്ടനാട്, കുന്നത്തൂര്, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂര്, ചടയമംഗലം, കാട്ടാക്കട, നെടുമങ്ങാട്, ചിറയൻകീഴ്, ആറ്റിങ്ങൽ, വർക്കല, ഇരിപുരം, ചാത്തന്നൂർ. ഈ 40 മണ്ഡലമാണ്. ഈ 40 മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു 100% അല്ലെങ്കിൽ 99% ജയം ഉറപ്പിച്ച മണ്ഡലങ്ങളാണ്. അത് വിട്ടിട്ട് പിന്നെ ഒരു 53 മണ്ഡലം ഉണ്ടെന്ന്. 53 അരക്കിലോ അല്ലേ, 53 മണ്ഡലം പിടിച്ച് നിന്ന് നിലനിർത്താൻ പറ്റുന്ന മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലത്തിൽ നമ്മൾ അടിസ്ഥാന വോട്ടിന് ബേസ് ചെയ്ത് വെച്ചിട്ട് ഓരോ ജില്ല തിരിച്ചിട്ട് നമ്മൾ എല്ലാ മണ്ഡലങ്ങളെയും പറ്റി എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇപ്പം 40 മണ്ഡലം കഴിഞ്ഞ് ബാക്കി 53 മണ്ഡലം കൂടി പറയാം. കാരണം അതിലൊരു പകുതി മണ്ഡലം പിടിക്കുകയാണെങ്കിൽ തന്നെ അതിലൊരു നമുക്കൊരു 53 ആയിരിക്കണം 2, അപ്പോൾ ഒരു 26 മണ്ഡലമായില്ലേ. അപ്പോൾ 40ഉം 26, 26 അപ്പോൾ തന്നെ എത്രയായി, ഒരു 68 മണ്ഡലം വരെ നോർമലി പിടിക്കാൻ പറ്റാവുന്ന അവസ്ഥ ഓൾറെഡി എൽ ഡി എഫിനുണ്ടെന്ന്. അപ്പോൾ ആ 53 മണ്ഡലം, അതിൽ ഏതൊക്കെ മണ്ഡലം എൽ ഡി എഫിന് കിട്ടും, യു ഡി എഫിന് കിട്ടുന്ന അതാത് മണ്ഡലങ്ങളിലുള്ളവർ കമൻറ്റ് ചെയ്യുക അവിടുത്തെ പൊസിഷൻ. നമ്മൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ അടിസ്ഥാന വോട്ട് ബേസ് വെച്ച് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ ഒരു സാധ്യത വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മണ്ഡലങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന മണ്ഡലങ്ങൾ, ഇന്ന മണ്ഡലത്തിൽ ഇന്ന ആൾ ജയിക്കും എന്നറിയുന്നവർ പറയുക. അപ്പോൾ നമ്മൾ പറയാൻ പോണത് ഏറ്റുമാനൂര്, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറ്, അരൂര്, ആലപ്പുഴ, അമ്പലപ്പുഴ, തിരുവല്ല, റാന്നി, കോന്നി, അടൂര്, ആറന്മുള, കരുനാഗപ്പള്ളി, ചവറ, കുണ്ടറ, കൊല്ലം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, അരുവിക്കര, പാറശാല, തിരുവനന്തപുരം, ഉദുമ, അഴീക്കോട്, കണ്ണൂര്, കുറ്റ്യാടി, നാദാപുരം, വടകര, മാനന്തവാടി, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, കോഴിക്കോട് നോർത്ത്, ബേപ്പൂര്, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം, നിലമ്പൂര്, വണ്ടൂര്, തവനൂര്, പൊന്നാനി, മണ്ണാർക്കാട്, നെന്മാറ, ഗുരുവായൂര്, തൃശ്ശൂര്, ചാലക്കുടി, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തറ, കുന്നത്തുനാട്, കോതമംഗലം, ദേവികുളം, ഇടുക്കി, പീരുമേട്. ഈ മണ്ഡലങ്ങൾ എൽ ഡി എഫിന് ശക്തമായി മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളാണ്. ഇതിൽ പകുതിയോളം മണ്ഡലങ്ങൾ ജയിക്കാം. അപ്പോൾ തന്നെ ഒരു 68ൻ്റെ അവിടത്തേക്ക് വരുന്നു. അപ്പോൾ ഇത് ഓരോ നാട്ടിലുള്ള ആളുകൾ അവിടുത്തെ വർത്തമാന കാലഘട്ടത്തെ പൊസിഷൻ വെച്ച് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.
നമുക്ക് ഇലക്ഷന് സമയമുണ്ട്, 1.5 വർഷം സമയമുണ്ട്. ഇനിയിപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് ഇലക്ഷൻ ഇതൊക്കെ വരുന്നുണ്ടെന്ന്. അതിന് ശേഷം കുറച്ചുകൂടി ഏകീകരിച്ച് ക്രോഡീകരിച്ച് ഓരോ മണ്ഡലത്തിലെ കറക്റ്റ് വോട്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റും. കാരണം കുത്തക മാധ്യമങ്ങൾ സർവേ നടത്തി ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്ന്. അതിന് ഒരു എന്താ പറയുക, അവർക്കെതിരെയാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും സഹകരിക്കുക. ഓക്കെ.